കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ വാഴ്ത്തുന്നു. ഞങ്ങളുടെ സന്നിധിയിൽ ഒരുമിച്ച് വരുവാൻ പ്രാർത്ഥിക്കുവാനൊക്കെയും കർത്താവ് നമുക്ക് എല്ലാവർക്കും നൽകിയിരിക്കുന്ന വൻ കൃപയ്ക്കായി സ്തുതിക്കുന്നു. ഇന്നത്തെ ദിവസം ഇത് അത്ഭുതത്തിൻ്റെ സമയമാണ്. കർത്താവിൻ്റെ വലിയ പ്രവൃത്തികളെ കാണാനും കേൾക്കുവാനും കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ശക്തീകരിക്കുന്നല്ലോ. ദൈവത്തിൻ്റെ അതിമഹത്വമേറിയ സാന്നിധ്യത്താൽ ദൈവം നമ്മളെല്ലാവരെയും നിറയ്ക്കുന്നല്ലോ. ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് ഞാനൊരു വാക്യം വായിക്കാം. മറക്കല്. നമ്മുടെ പ്രാർത്ഥന 2 ദിവസം കഴിയുമ്പോൾ ഈ ഫെബ്രുവരിയിൽ ഇന്ന് എറണാകുളത്തും കോട്ടയത്തും നമ്മുടെ പ്രാർത്ഥനകൾ കൊല്ലത്തും നടക്കുന്നു. 18-ാം തീയതി എറണാകുളത്ത് പാലാരിവട്ടത്തും, കൊല്ലത്ത് 20-ാം തീയതി നമ്മുടെ പ്രാർത്ഥന നടക്കുന്നു. ജയൻ മെമ്മോറിയൽ ഹാൾ, പഞ്ചായത്ത് ഹാൾ. നിങ്ങൾക്ക് അവിടെ വരാൻ പറ്റും. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. രാവിലെ 10 മുതൽ പ്രാർത്ഥന ആരംഭിക്കും. 1 മണി വരെ. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നവരെല്ലാം എറണാകുളത്തും കൊല്ലത്തും കോട്ടയം ക്രിസ്ത്യൻ ധ്യാന കേന്ദ്രത്തിൽ 24-ാം തീയതി ഫെബ്രുവരി ഈ മാസം 2025 നമുക്ക് ഒരുമിച്ച് കൂടാം. കർത്താവ് വലിയ പ്രവൃത്തികളെ ചെയ്യും. വൻ കാര്യങ്ങളെ നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കും. ഇനി പ്രാർത്ഥനയ്ക്ക് വെറും 2 ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. 2 ദിവസമല്ല, 1 ദിവസം കൂടെ, അല്ലേ? ഒരു തിങ്കളാഴ്ചയും കൂടെ നമ്മുടെ മുമ്പിലുള്ളൂ. നമുക്ക് എറണാകുളം മീറ്റിങ്ങിൽ ഒരുമിച്ച് കാണാം. ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാം. കാൽവരി ക്രൂശിൽ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനുമാണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ എനിക്ക് ദിവ്യാരോഗ്യമുണ്ട്. ദീർഘായുസോടെ ഇരുന്ന് ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കും. ജാതികളുടെ നടുവിൽ എൻ്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യ എൻ്റെ പ്രജയം അറിയും. എൻ്റെ തലമുറകളെ കാണുന്നവരൊക്കെയും അവർ യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറയെന്ന് പറയും. ഞാനത് കേൾക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാൻ, രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാൻ, ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാൻ, അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിൻ്റെ കൃപയാണ്. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 11, 12, 13, 14, 15 വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് മുമ്പാകെ വായിക്കാം. അവിടെ ഇങ്ങനെ പറഞ്ഞു: യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിനെ മരണത്തിൽ നിന്നും ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും. ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നതെങ്കിൽ ജഡത്തിനല്ല കടക്കാരനാകുന്നത്. നിങ്ങൾ ജഡത്തെ ജീവിക്കുന്നുവെങ്കിൽ മരിക്കും. നിശ്ചയം ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. ശ്രദ്ധിച്ചേ, യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ച് ആത്മാവ് വസിക്കുന്ന വ്യക്തികൾ ജഡത്തെ അനുസരിക്കേണ്ട കാര്യമില്ല. ഇവിടെ ജഡം എന്ന് പറഞ്ഞിരിക്കുന്നത് കാർണൽ മൈൻഡ്, ജഡസ്വഭാവം, ജഡമനസ്സ് എന്നൊക്കെയാണ്. ലോകത്തിൻ്റെ സ്വഭാവം. ലോകം പറയുന്നത് പോലെ വിശ്വസിക്കുകയോ ലോകത്തിനെ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട കാര്യമില്ല. പരിശുദ്ധ ആത്മാവ് എന്തു വചനത്തിലൂടെയോ പ്രവചനത്തിലൂടെയോ ദൈവത്തിൻ്റെ ആലോചനയിലൂടെയോ നിങ്ങളോട് സംസാരിക്കുന്നുവെങ്കിൽ അതിൽ ഉറക്കണം നമ്മൾ. എന്തുകൊണ്ടെന്നാൽ നമ്മൾ ജഡത്തിന് കടക്കാരനല്ല. എന്താണ് ഈ കടക്കാരൻ എന്ന് പറഞ്ഞാൽ, നാം ജഡവുമായിട്ട് ഏത് വിധേനയും ഒരു കമ്മിറ്റ്മെൻ്റ് ഇല്ല. ഇപ്പോൾ കടക്കാരെന്ന് പറഞ്ഞാൽ നിങ്ങളൊരു വ്യക്തിയുടെ നിന്ന് ഒരു കടം വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വ്യക്തിക്കും നിങ്ങളും തമ്മിൽ ഒരു കടമ വരികയാണ്. നിങ്ങൾക്ക് ആ വ്യക്തിക്ക് ഒരു ആവശ്യം വന്നാൽ നിങ്ങൾ ചെയ്ത് കൊടുത്തേ പറ്റത്തുള്ളൂ. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ആ വ്യക്തിയിൽ നിന്ന് എന്ത് ചെയ്യുന്നു? കടം വാങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ആ വ്യക്തിയുമായിട്ട് എന്ത് വരുന്നു? നിങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ആ വ്യക്തി ഡിമാൻഡ് ചെയ്യുകയാണ്, ഇന്നത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ വ്യക്തിക്ക് കടപ്പെട്ടവനായതുകൊണ്ട്, അതായത് ഒരു സഹായം അങ്ങോട്ട് പ്രത്യുപകാരം ചെയ്തതുകൊണ്ട് നിങ്ങൾ ആ വ്യക്തി പറയുന്നത് അനുസരിക്കണം. ബൈബിൾ പറയും നമ്മൾ ജഡത്തിന് കടക്കാരനല്ല, ജഡത്തെ അനുസരിക്കേണ്ട കാര്യമില്ല. റോമർ 8:12 പറയുകയാണ്, നിങ്ങൾ ആകയാൽ സഹോദരന്മാരെ, ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരനാകുന്നത്. നിങ്ങളെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ നിങ്ങൾ മരിക്കും. നിങ്ങൾ ജഡത്തെ അനുസരിക്കരുത്, പകരം യേശുക്രിസ്തുവിന് കടക്കാരാകണം. കർത്താവ് എനിക്ക് വലിയ കാര്യം ചെയ്തിരിക്കുന്നു. ദൈവം വലിയ രക്ഷ എനിക്ക് തന്നിരിക്കുന്നു. വലിയ നിത്യജീവൻ എനിക്ക് തന്നിരിക്കുന്നു. കർത്താവ് എനിക്ക് ആരോഗ്യവും സൗഖ്യവും ബലവും സമൃദ്ധിയും സമാധാനവും സന്തോഷവും ഒക്കെ കാൽവരി ക്രൂശിലൂടെ എനിക്ക് തന്നിരിക്കുന്നു. അപ്പം അങ്ങനെ തന്നിരിക്കുന്നത് കൊണ്ട് വചനം പറയുന്നു, ദൈവാത്മാവ് നടത്തുന്നവരൊക്കെയും, അല്ലെങ്കിൽ 13-ാമത്തെ വാക്യത്തിൽ പറയുന്ന ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും. നിശ്ചയം ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. അപ്പോൾ നിങ്ങൾ ജീവനിൽ വാഴുമെന്ന് റോമ ലേഖനം 5-ാം അധ്യായത്തിൽ നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ടല്ലേ. ഏകൻ്റെ ലംഘനത്താൽ മരണം ഏകനിമിത്തമാണുവെങ്കിൽ കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി ലഭിക്കുന്നവൻ യേശുക്രിസ്തു എന്ന ഏകനിമിത്തം ജീവനിൽ വാഴും. അപ്പോൾ ജീവനിൽ വാഴുവാനാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്.
അടുത്ത വാക്യത്തിൽ പറയുന്നു, ദൈവാത്മാവ് നടത്തുന്നവരേവരും ദൈവത്തിൻ്റെ മക്കൾ ആകുന്നു. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസൻ്റെ ആത്മാവിനെ അല്ല, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചിരിക്കുന്നത്. നാം ദൈവത്തിൻ്റെ മക്കളെന്നും ആത്മാവ് താൻ നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. നാം മക്കളെങ്കിലോ അവകാശികളും ആകുന്നു, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൽ കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് കർത്താവിനോട് കൂടെ കഷ്ടം അനുഭവിച്ചോലത്ര. ഇവിടെ കഷ്ടം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശിനെയാണ് പറഞ്ഞിരിക്കുന്നത്. ആമേൻ. കർത്താവിൻ്റെ ക്രൂശിനോട് നാം അനുരൂപരാകുമ്പോൾ അവിടെ ക്രിസ്തുവിൻ്റെ കഷ്ടതയോട് നമ്മൾ എന്ത് ചെയ്യുകയാണ്? ചേരുകയാണ്. ക്രൂശിൻ്റെ കഷ്ടതയിൽ. അതിൻ്റെ അർത്ഥം ഞാൻ കഷ്ടപ്പെടണമെന്നല്ല, കഷ്ടതയുമായിട്ട് ഞാൻ എന്ത് ചെയ്യുകയാണ്? യേശുവിൻ്റെ ക്രൂശുമായി ഞാൻ ചേരുകയാണ്. അതുകൊണ്ടാണ് സ്നാന ശുശ്രൂഷയിൽ റോമർ 6 പറയുന്നു, കർത്താവിനോട് കൂടെ ചേരുവാൻ സ്നാനമേറ്റവരാൽ നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ മരണത്തിൽ പങ്കാളിയാകുന്നു. ക്രിസ്തു എങ്ങനെയാണ് മരിച്ചത്? കഷ്ടതയിലൂടെ. വലിയ ക്രൂരമായിട്ടുള്ള മരണം ഏറ്റെടുത്തു. ആ ക്രൂരമായ മരണം എനിക്ക് വേണ്ടിയാണ്, എൻ്റെ പാപപരിഹാരത്തിന് വേണ്ടിയാണെന്നുള്ള ബോധം ഉള്ള ഏത് വ്യക്തി ആയിക്കോട്ടെ, യേശു ക്രിസ്തുവിൽ ഞാൻ ജീവനിൽ വാഴും. ഞാൻ പരാജയപ്പെടുകയില്ല, ഞാൻ തകർന്നു പോകുകയില്ല, ഞാൻ നശിച്ചു പോകുകയില്ല, ഞാൻ ജീവനിൽ വാഴുക തന്നെ ചെയ്യും. ഇങ്ങനൊരു തലമുറയാണ് നിങ്ങളും ഞാനും. ആമേൻ. അതുകൊണ്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ പരാജയങ്ങളെ നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. ഈ ദിവസങ്ങളിൽ ക്രിസ്തുവിൽ ബലപ്പെടുക. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ നന്ദി പറയാം. ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ രോഗമുള്ള ഭാഗത്തോട്ട് കൈവച്ചാട്ടെ. എന്നിട്ട് യേശുവിൻ്റെ നാമത്തിൽ പറഞ്ഞാട്ടെ, എൻ്റെ കൂടെ യേശു എൻ്റെ രോഗത്തെ വഹിച്ചു, യേശു എൻ്റെ വേദനകളെ ചുമന്നു, യേശു ക്രിസ്തു എൻ്റെ ദാരിദ്ര്യം വഹിച്ചു. എൻ്റെ കുടുംബത്തിൽ ഞാൻ സമാധാനത്തോടെ സന്തോഷത്തോടെ ഇരിക്കേണ്ടതിന് കർത്താവ് എനിക്ക് വേണ്ടി സകലതും ക്രൂശിൽ വില കൊടുത്തു. ഞാനൊരു അനുഗ്രഹമാണ്, ഞാനൊരു അത്ഭുതമാണ്, ഞാൻ യേശു ക്രിസ്തുവിൻ്റെ സാക്ഷിയാണ്. ഞാൻ തകർന്നു പോകുകയില്ല, ഞാൻ നശിച്ചു പോകുകയില്ല. എൻ്റെ കർത്താവിനാൽ ഞാൻ സാക്ഷിയായിത്തീരും. എൻ്റെ ദൈവത്താൽ ഞാൻ അത്ഭുതം കാണും, എൻ്റെ ദൈവത്താൽ ഞാൻ അത്ഭുതം കാണും. യേശു ക്രിസ്തുവിൽ ഞാൻ അത്ഭുതം കാണും. കർത്താവ് എനിക്ക് തുണയായി നിൽക്കുന്നത് കൊണ്ട്, ദൈവം എനിക്ക് സാക്ഷിയായി നിൽക്കുന്നത് കൊണ്ട് ഞാൻ ഒരു മേഖലയിലും നശിച്ചു പോകുവാൻ കർത്താവ് സമ്മതിക്കുകയില്ല. എൻ്റെ ദൈവം എന്നെ കാക്കും, ദൈവം എന്നെ സൂക്ഷിക്കും, ദൈവം എന്നെ അത്ഭുതമാക്കി മാറ്റും. ആമേൻ. നന്ദി പിതാവേ, ഞങ്ങളങ്ങേ വാഴ്ത്തി സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ നന്ദി പറയുന്നപ്പോൾ. ദൈവത്താൽ ഞങ്ങൾ സാക്ഷിയായിത്തീരും, ദൈവത്താൽ ഞങ്ങൾ അത്ഭുതമായിത്തീരും. കർത്താവ് ഞങ്ങളുടെ കൂടെ ഉള്ളതിനായി സ്തുതിക്കുന്നപ്പോൾ. ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളെയും ഞങ്ങൾ പ്രാർത്ഥിക്കും, അത്ഭുത സൗഖ്യങ്ങളുണ്ടാകട്ടെ, അത്ഭുത സൗഖ്യങ്ങൾ നടക്കട്ടെ. അനുഗ്രഹിച്ചു എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു പ്രസീത എന്ന് പറഞ്ഞ വ്യക്തിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ആ പ്രസീതയുടെ ഒരു ആൺമകനെയും കർത്താവ് അനുഗ്രഹിക്കുന്നു. ആ കുടുംബത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ വലിയൊരു സമാധാനത്തെ കർത്താവ് നയിക്കുന്നു. നമ്മൾ ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. നമുക്ക് നാളത്തെ കഴിഞ്ഞ് ഒരുമിച്ച് എറണാകുളത്ത് കാണാം, ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുശേഷം കൊല്ലത്ത് നമുക്ക് ഒരുമിച്ച് കാണാം, അതിനുശേഷം കോട്ടയത്ത് നമുക്ക് ഒരുമിച്ച് കാണാം. മറക്കല്ല്, ഈ പ്രാർത്ഥനയുടെ ഈ കാണുന്ന വീഡിയോയിൽ അതിൻ്റെ പോസ്റ്ററുകളുണ്ട്. ആദ്യമായിട്ട് കാണുന്നവർക്ക് അതിൽ ബന്ധപ്പെടാം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം വരുവാണെങ്കിൽ നമ്മുടെ പ്രെയർ ലൈൻ നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, സ്ക്രീനിൽ കാണിക്കാൻ പറ്റും. 2 പ്രെയർ ലൈൻ നമ്പറുണ്ട്. അതിൽ ഏതിൽ വിളിച്ചാലും അവർ നിങ്ങളെ ഗൈഡ് ചെയ്യും. നിങ്ങൾക്ക് എവിടെയാണോ വരേണ്ടത്, ഏത് മീറ്റിങ്ങിലാണോ നിങ്ങൾക്ക് വരാൻ ആഗ്രഹിക്കുന്നത്, അവിടെയുള്ള എല്ലാ ഡീറ്റെയിൽസുകളും അവർ ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങളെ പ്രാർത്ഥനയിൽ അവർ സഹായിക്കുന്നതായിരിക്കും. ഗോഡ് ബ്ലെസ് യു. നിങ്ങളുടെ വിലയേറിയ സാക്ഷ്യങ്ങളും അതിലേക്ക് അയച്ചു തരിക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് കാണാം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.